പ്രവാസ ലോകത്തെ പുത്തൻ കാഴ്ചകളും വിശേഷങ്ങളുമായി എത്തുന്ന നമസ്തേ അറേബ്യയിലേക്ക് ഏവർക്കും സ്വാഗതം. ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിൽ ഇന്ത്യ കിരീടമുയർത്തിയിട്ട് ദിവസങ്ങൾ കഴിഞ്ഞെങ്കിലും യുഎഇയിൽ ആരവും ഒഴിഞ്ഞിട്ടില്ല. ഇന്ത്യയുടെ മത്സരങ്ങൾ നടന്ന ഓരോ ദിവസങ്ങളിലും ദുബായ് രാജ്യാന്തര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലേക്ക് ഒഴുകിയെത്തിയത് പതിനായിരങ്ങളാണ്. പാകിസ്ഥാനിലെ ഗാലറികൾ ഒഴിഞ്ഞു കടന്നപ്പോൾ ദുബായിലെ ഗാലറി നീലക്കടലായി മാറി. जीतेगा भाई जीतेगा, इंडिया जीतेगा, भारत माता की जय. इंडिया इंडिया इंडिया. ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിന് ആതിഥേയത്വം വഹിച്ചത് ഇത്തവണ പാകിസ്ഥാനായിരുന്നു. എന്നാൽ കളിയുടെ ആവേശവും ആരവവും കണ്ടത് ദുബായിലാണ്. പാകിസ്ഥാന് കളിക്കാൻ വിസമ്മതിച്ചതോടെ ഇന്ത്യയുടെ മത്സരങ്ങളുടെ എല്ലാം വേദിയായി ദുബായ് രാജ്യാന്തര ക്രിക്കറ്റ് സ്റ്റേഡിയത്തെ തിരഞ്ഞെടുക്കുകയായിരുന്നു. ഇന്ത്യ ഫൈനൽ കൂടി കളിച്ചതോടെ ടൂർണമെന്റിലെ പ്രധാനപ്പെട്ട മത്സരങ്ങളെല്ലാം അരങ്ങേറിയത് ദുബായിൽ തന്നെ. പാകിസ്ഥാനിലെ ഗാലറികൾ ഒഴിഞ്ഞുകിടന്നപ്പോൾ ദുബായ് നീലക്കടലായി മാറി. ഇന്ത്യക്കാർ ഏറെയുള്ള യുഎഇയിൽ മത്സരങ്ങൾ നടത്തുവാൻ തീരുമാനിച്ച നിമിഷം മുതൽ വലിയ ആവേശത്തിലായിരുന്നു ഓരോ ക്രിക്കറ്റ് പ്രേമിയും. ഓരോ മത്സരങ്ങളുടെയും ടിക്കറ്റ് വിൽപ്പന ആരംഭിച്ചതും മിനിറ്റുകൾക്കുള്ളിൽ എല്ലാ കാറ്റഗറിയിലെ മുഴുവൻ ടിക്കറ്റും അതിവേഗം വിറ്റുതീരുന്ന കാഴ്ചയായിരുന്നു കാണാനായത്. ഇന്ത്യ ബംഗ്ലാദേശിന് നേരിട്ട ആദ്യ മത്സരം തൊട്ട് മാതൃരാജ്യത്തിന് പിന്തുണയുമായി ആരാധകർ ദുബായ് രാജ്യാന്തര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലേക്ക് ഒഴുകിയെത്തി. We are pretty much excited right now and I hope India will win easily today. ആദ്യ മത്സരത്തിലെ വിജയം ആഘോഷമാക്കിയാണ് ഓരോ ആരാധകരും സ്റ്റേഡിയം വിട്ടത്. സത്യം പറഞ്ഞെങ്കിൽ ഷമിക്കാണ്. കാരണം നമ്മൾ ചേസ് ചെയ്ത് അത് ഇവിടെ വന്നപ്പോൾ ടോസ് പോയി എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഒരു നിരാശ ഉണ്ടായിരുന്നു. കാരണം ഇന്ത്യക്കാരാകുമ്പോൾ ബംഗ്ലാദേശല്ലേ, അപ്പോൾ ചെറിയ സ്കോറിൽ ഒതുങ്ങോ, നമുക്ക് ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ലീവൊക്കെ എടുത്ത് വന്നതല്ലേ, അപ്പോൾ നമുക്ക് വന്നത് വേസ്റ്റ് ആവുമെന്ന് കളിച്ചു. പക്ഷേ അവരും കളിച്ചു. പക്ഷേ ഷമി ഒരു കംബാക്ക് ആയിരുന്നു. വേൾഡ് കപ്പിന് ശേഷം നമുക്കൊരു കംബാക്ക് എന്നാണ് 5 വിക്കറ്റ്സ് എടുത്തത്. അത് സത്യം പറഞ്ഞെങ്കിൽ അടിച്ചു പൊളിച്ചു. ഞങ്ങൾ അവിടെ സ്റ്റേഡിയത്തിൽ ഓരോ വിക്കറ്റും ഞങ്ങൾ ആഘോഷിക്കായിരുന്നു. ഷമി ഈസ് ബോളിംഗ് ലൈക്ക് 128, 130 and he is weak like that, but he did fantastic, marvelous. India! India! ചാമ്പ്യൻസ് ട്രോഫിയിലെ ഏറ്റവും വലിയ ആവേശപ്പോര് ഇന്ത്യയും പാകിസ്ഥാനും ഏറ്റുമുട്ടിയപ്പോഴായിരുന്നു. ചിരവൈരികളുടെ പോരാട്ടത്തിന്റെ എല്ലാ ടിക്കറ്റുകളും മിനിറ്റുകൾക്കുള്ളിൽ വിറ്റു തീർന്നിരുന്നു. ലോകത്തിന്റെ പലയിടത്തു നിന്നും ഇന്ത്യൻ ആരാധകർ പറന്നെത്തി. ദുബായിൽ കളി കാണാൻ ഞങ്ങളൊരു എക്സ്പീരിയൻസാണ്. പ്രത്യേകിച്ച് ഇന്ത്യൻ പാകിസ്ഥാൻ കളി കാണുമ്പോൾ ദുബായിൽ വെച്ച് കാണാൻ ഞങ്ങളുടെ എക്സ്പീരിയൻസാണ്. കാരണം ഞാൻ ദുബായിൽ 40 വർഷമായി. അപ്പോൾ इधर എന്താ പറഞ്ഞ നമ്മളൊരു മറക്കാൻ പറ്റുന്ന एक्सपीरियंस ആണ്. इंडिया पाकिस्तान का मैच है, हाई वोल्टेज मैच है और ये मुकाबला हाई प्रेशर है और टीम इंडिया इस परफॉर्मेंस को बेटर करके ये मैच जरूर जीतेगी और टूर्नामेंट में पाकिस्तान को बाहर करेगी. लेकिन मुकाबला टक्कर का होना चाहिए और ये टक्कर का मुकाबला जरूर होगा और इंडिया इसमें विन करेगी. रोहित शर्मा, शुभमन गिल, विराट कोहली, तिकड़ी 300. इंडिया इंडिया പാകിസ്ഥാനെ ഇന്ത്യ തകർക്കുന്ന മനോഹരമായ കാഴ്ച കണ്ടാണ് ഓരോ ആരാധകനും സ്റ്റേഡിയത്തിൽ നിന്നും മടങ്ങിയത്. പാകിസ്ഥാൻ ആരാധകരാകട്ടെ സ്വന്തം ടീമിനെ ശപിച്ചു. We played really bad and you guys are a really nice team now. We have to agree, no matter how much, we have rivalry or whatever. It's true, you guys have a really nice team. All the batsmen which are coming like one after one, they're all good. So we have to accept. കളി കാണാനെത്തിയവർക്ക് വിരാട് കോഹ്ലിയുടെ സെഞ്ചുറി ഇരട്ടി മധുരമായി. विराट कोहली सेंचुरी ഗ്രൂപ്പ് ഘട്ടത്തിലെ ന്യൂസിലാൻഡിനെതിരെയുള്ള അവസാന മത്സരത്തിലും ഓസ്ട്രേലിയക്കെതിരെയുള്ള സെമിഫൈനൽ മത്സരത്തിനും നിറഞ്ഞ ഗാലറി സാക്ഷിയായി. തോൽവി അറിയാതെ ഇന്ത്യൻ ടീം ഫൈനലിലേക്ക് മുന്നേറിയത് ഏവരെയും ഒരുപോലെ ആഹ്ലാദിപ്പിച്ചു. പാകിസ്ഥാനിൽ നിന്നുള്ളവർ പോലും ഇന്ത്യക്ക് പിന്തുണയുമായി കളി കാണാനെത്തി. Basically, I'm from Pakistan, but I came here to support Team India. The way Team India is playing is really amazing, and we love
the way Virat Kohli, Rohit Sharma and entire cricket team, the way they are playing is really amazing. ഇന്ത്യ തുടർച്ചയായ വിജയങ്ങൾ നേടിയതോടെ എതിരാളികൾ അസ്വസ്ഥരാകുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത്. ദുബായിൽ മാത്രം കളിക്കുന്നതുകൊണ്ട് ഇന്ത്യക്ക് പിച്ചിന്റെ ആനുകൂല്യം ലഭിക്കുന്നു, യാത്രകൾ ചെയ്യേണ്ടതില്ല തുടങ്ങിയ ആരോപണങ്ങളാണ് ഉയർന്നു വന്നത്. എന്നാൽ ഇതെല്ലാം അടിസ്ഥാനരഹിതമാണെന്ന് ക്രിക്കറ്റ് നിരീക്ഷകർ ചൂണ്ടിക്കാട്ടി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മൾ എന്തുകൊണ്ടാണ് ന്യൂസിലൻഡുമായിട്ട് ഹോമിൽ കളിച്ചപ്പോൾ പരന്ത് പൊട്ടിയത്? അവിടെ എന്നും കളിക്കണം നമ്മുടെ ഗ്രൗണ്ട് വിക്കറ്റ് തന്നെയല്ലേ. പിന്നെ ഇതൊക്കെ ഇപ്പോൾ പറയണത് തോറ്റ് കഴിഞ്ഞപ്പോഴാണ് പറയണത് ഇത് ഇവർക്ക് അഡ്വാൻറ്റേജാണ്. ഇവരുടെ ക്രിക്കറ്റ് ബോർഡ് തന്നെയാണ് സൈൻ ചെയ്തിരിക്കുന്നത് എഗ്രി ടു പ്ലേ ഇന്ത്യ ഇവിടെ കളിച്ചോട്ടെ എന്നുള്ളത്. ആൻഡ് അത് കഴിഞ്ഞിട്ട് തോറ്റ് തുടങ്ങിയപ്പോൾ പിന്നെ ഇങ്ങനെ ഓരോ കുറ്റങ്ങൾ കണ്ടുപിടിക്കുന്നത്, ഒരിടത്ത് താമസിക്കുന്നു, ട്രാവലിംഗ് കുറേ. ഈ കളിക്കാർ തന്നെയാണ് ഇപ്പോൾ ഇനി ന്യൂസിലൻഡിൽ നിന്നും എല്ലാവരും പോയിട്ട് IPL ഇന്ത്യയുടെ ഒരറ്റം മുതൽ അങ്ങ് അറ്റം വരെ പോയി കളിക്കാൻ പോവുകയാണ്. അന്നൊന്നും ഒരു കംപ്ലൈൻറ്റും കാണില്ല, ട്രാവലിൻ്റെ ഒരു പ്രശ്നങ്ങളും കാണില്ല. ഈ തോക്കുമ്പോൾ കംപ്ലൈൻറ്റ് ചെയ്യാതെ ആദ്യമേ ഫിക്സ്ചർ റെഡി ആക്കുമ്പോഴത്തേക്ക് പറയണം ഇന്ത്യ വിൽ ബി അറ്റ് അഡ്വാൻറ്റേജ്. ആൻഡ് അത് അങ്ങനത്തെ ഒരു ഇത് പാടില്ല. തോറ്റ് കഴിയുമ്പോഴത്തേക്ക് പറയുകയാണ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നതിൽ ഇതിൽ കാര്യമില്ല. ന്യൂസിലാൻഡിനെതിരെയുള്ള ഫൈനൽ പോരാട്ടത്തിന് മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ ഗ്യാലറി നിറഞ്ഞിരുന്നു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇന്ത്യൻ ആരാധകർ ദുബായിലെത്തി. ദുബായിലാണോ ഇന്ത്യയിലാണോ മത്സരം നടക്കുന്നതെന്ന് സംശയിപ്പിക്കുന്ന പിന്തുണയായിരുന്നു സ്റ്റേഡിയത്തിൽ കണ്ടത്. ആരാധകരെ നിരാശരാക്കാതെ കലാശപ്പോരാട്ടത്തിൽ ന്യൂസിലാൻഡിനെ തോൽപ്പിച്ച് ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യ മുത്തമിട്ടു. ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ കാഴ്ച കാണാനായതിന്റെ സന്തോഷത്തിലായിരുന്നു ഓരോ ഭാരതീയനും. സൂപ്പർ മാച്ച്, അടിപൊളി, നെയിൽ ബൈറ്റിംഗ്, എക്സൈറ്റിംഗ്, ചലിച്ച് ഞങ്ങളുടെ തൊണ്ട പോയിട്ടുണ്ട്. ബട്ട് ഇറ്റ് വാസ് അമേസിംഗ്, ടോട്ടലി വർത്ത് ഇറ്റ്. രോഹിത് ശർമ്മ കിൽഡ് ഇറ്റ് ആസ് ഓൾവേസ്. പിന്നെ നമ്മുടെ വിരാട് കോഹ്ലി എന്തോ സംഭവിച്ചില്ല, ബട്ട് ഐ തിങ്ക് ഇറ്റ്സ് ഓക്കെ, ഇറ്റ് ഓൾ വർക്ക്ഡ് ഔട്ട് ഇൻ ദി എൻഡ്. ആൻഡ് ഇറ്റ് വാസ് ഗ്രേറ്റ്, സൂപ്പർ. അയ്യോ, അത് അൺബിലീവബിൾ ആയിരുന്നു. ഞങ്ങൾ അതായത് ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും നല്ലൊരു സുഖമുള്ള നിമിഷം തന്നെ പറയില്ല, അതായിരുന്നു നമ്മൾ ഉണ്ടായത്. ഇത്രയും നല്ലൊരു നിമിഷം എനിക്ക് കിട്ടാനില്ല ജീവിതത്തിൽ. അത് ഞങ്ങൾ ദുബായിൽ വന്നിട്ട് പിന്നെ നമുക്ക് ഫസ്റ്റ് ടൈമിൽ കളി കാണാൻ വരുന്നു, കളി കണ്ടിട്ട് ഇന്ത്യ കപ്പെടുക്കുന്നു. അൺബിലീവബിൾ. ഞാൻ കഴിഞ്ഞ ഫൈനൽ മത്സരത്തിലെ വിജയത്തിന് നിർണായക പങ്കുവഹിച്ച ശ്രേയസ് അയ്യരുടെ അമ്മയും സഹോദരിയും അടങ്ങുന്ന കുടുംബവും ആഹ്ലാദം പങ്കുവെച്ചാണ് സ്റ്റേഡിയത്തിൽ നിന്ന് മടങ്ങിയത്. വളരെ സന്തോഷം. I'm very happy, very proud. We're all very proud, and it feels unreal. I mean, we knew that we were going to win, but this was something so good and so nice, and we're very proud of Shreyas, all of us. Indeed. And yeah, that's all. Missed his half century, but no problem. I think for us, India won. That is more important than anything else. Definitely, Shreyas missed his half century. But I think he's proved himself throughout. അന്ന് പറഞ്ഞ പോലെ തന്നെ ഫാമിലിയുടെ കൂടെ കാണാൻ പറ്റണതും ഫാമിലി മെമ്പർ ഒരാൾ ആ കപ്പ് ലിഫ്റ്റ് ചെയ്യണതും ഇറ്റ്സ് എ ഗ്രേറ്റ് ഫീലിംഗ്. അതുപോലെ തന്നെ ഇന്ത്യ ജയിച്ചു എന്നുള്ളത് അതിലും വലിയൊരു സന്തോഷമുള്ള കാര്യം. സോ ഇറ്റ്സ് ടുഗദർ വി ഓൾ വൺ. എല്ലാ മത്സരങ്ങൾക്കും പിന്തുണയുമായി എത്തിയ ആരാധകർ ഇന്ത്യൻ ടീമിന്റെ വിജയത്തിൽ കരുത്തായി മാറിയിരുന്നു. വിജയികൾക്കുള്ള സമ്മാനദാനവേളയിൽ ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ പറഞ്ഞ വാക്കുകൾ ഇതിന് അടിവരയിടുന്നു. തങ്ങൾ ദുബായിൽ കളിക്കുമ്പോൾ സ്വന്തം മൈതാനത്ത് കളിക്കുന്ന അനുഭവമാണ് സമ്മാനിക്കുന്നതെന്ന്. ഇന്ത്യൻ താരം KL രാഹുൽ മത്സരശേഷം ദുബായിൽ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഇത് ആവർത്തിച്ചു. It's been great, and there's so many Indians. It almost feels like mini India here when we play matches, especially. A lot of Indian crowd. They love the cricket. They love supporting us. Love coming to the stadium. So we've been welcomed very graciously, and we enjoyed it. ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിന് ആതിഥേയത്വം വഹിച്ചത് പാകിസ്ഥാനാണോ അതോ UAE ആണോ എന്ന ചോദ്യം അവശേഷിപ്പിച്ചാണ് ടൂർണമെന്റിന് തിരശ്ശീല വീണത്. ഒരു കാര്യം ഉറപ്പാണ്, പാകിസ്ഥാനിലെ ഏതൊരു ഗ്രൗണ്ടിനേക്കാളും ആവേശം ദുബായിൽ ഉണ്ടായിരുന്നു എന്നത്.